നെടുമങ്ങാട് 1.5 വയസ്സുള്ള അർഷിദിനെ കൊന്നുകളഞ്ഞ അഷ്കറും അഖിലും. ഇന്നലെ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോസ് കണ്ടിട്ട് നമ്മളുടെ രോഷം, നമ്മുടെ സങ്കടം ഒക്കെ നമ്മൾ പ്രകടിപ്പിച്ചു. ഇതിൽ ഈ അഖിലയും അഷ്കറിനൊക്കെ ഇതിനുള്ളൊരു ധൈര്യം വന്നത് എവിടുന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ നിയമം, ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട്. അഷ്കർ എന്ന് പറഞ്ഞ ഈ കൊടും ക്രിമിനൽ ആദ്യം ഒരു കല്യാണം കഴിച്ച് ആ ഭാര്യയെ ഉപദ്രവിച്ച് ഇല്ലാതാക്കി കോമയിലേക്ക് തള്ളിക്കളഞ്ഞു. ആ ഭാര്യയുടെ ഉമ്മ പറയുന്നു ഈ അഷ്കറിനെതിരെ അനവധി പ്രാവശ്യം പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തതാണ്. പോലീസ് സ്റ്റേഷനിൽ എത്ര തവണ പരാതി കൊടുത്തു? പോലീസ് സ്റ്റേഷനിൽ ഒരു 6 പ്രാവശ്യമെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇടക്കാലത്ത് ഞങ്ങൾ കൊടുത്ത് അവനെ ഒരു ദിവസം വിളിച്ച് അവൻ വന്ന്, പിന്നെ പോലീസുകാർ വിളിച്ചിട്ട് അവൻ വന്നിട്ടില്ല. അപ്പോഴമ്മളുടെ പറഞ്ഞ് നിങ്ങൾ ഒരു പരാതി തരുന്നു. അപ്പൊ ഞങ്ങൾ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് എനിക്ക് പിന്നെ പരാതി കൊടുക്കാൻ പറ്റില്ല. പോലീസിൽ കംപ്ലൈന്റ് ലഭിച്ചിട്ടും ഈ ഒരു വൃത്തികെട്ടവനെ പിടിച്ചകത്തിടാനും ഇവനെതിരെ കേസെടുക്കാനും ഒരു രീതിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ ഒരു രീതിയിലുള്ള എഫേർട്ട് കൊടുക്കാത്ത പോലീസുകാരന് ഈ കുട്ടിയുടെ മരണത്തിൽ ഒരു പങ്കില്ലേ? ആ പെൺകുട്ടിയുടെ ജീവിതം പോയതിലൊരു പങ്കില്ലേ? ഈ ക്രിമിനൽ അഴിച്ചു വിട്ട് നടക്കുക ഈ ക്രിമിനൽസ് ഇങ്ങനെ ഈ നാട്ടിൽ. കാരണം പോലീസുകാർക്ക് മര്യാദയ്ക്ക് പണിയെടുക്കാൻ വയ്യ. ഞാൻ ചില പോലീസുകാരുടെ കാര്യം പറയുന്നത്, എല്ലാവരും അല്ല. ഈ പറഞ്ഞ അഖിലയുടെ അമ്മ, ഈ കുട്ടിയുടെ അമ്മയുടെ അമ്മ, അവര് പറയുന്നു ഈ കുട്ടിയുടെ കയ്യിലെ ഈ പ്ലാസ്റ്റർ കണ്ട സമയത്ത് പോലീസ് സ്റ്റേഷനിലും CWCയിലും കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഈ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാണോ? സീരിയസ് ആയിട്ട് എടുത്തില്ലാന്ന് ഒരു പക്ഷെ വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കുഞ്ഞിന്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞതാണ്, ഫോട്ടോ സഹിതം കാണിച്ചു കൊടുത്തതാണ്. അല്ല, ഈ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തതിന്റെ പിറ്റേന്ന് രാവിലെ ബസ്സിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ചൈൽഡ് ലൈനെ വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അവിടെ നിന്ന് എന്നോട് സംസാരിച്ച് സാർ പറഞ്ഞത്, നിങ്ങൾ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തേക്കല്ലേ, ഇന്ന ദിവസം അവിടെ ചെല്ലാൻ പറയല്ലേ. അവിടെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഈ പരാതി ഞങ്ങൾ അന്വേഷിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ടൊന്നും. അമ്മമ്മ പറയുന്നു അമ്മയുടെ കയ്യിൽ കുട്ടി സേഫ് അല്ല, കയ്യിൽ പ്ലാസ്റ്റർ ഉണ്ട്, ഒടിഞ്ഞത് എങ്ങനെയാണെന്ന് അറിയണം. പോലീസ് കേസ് എടുത്തില്ല, CWC അന്വേഷിച്ചില്ല. ഇനി ഇതും വിട്. ഈ കുട്ടിയുടെ കയ്യിലെ പ്ലാസ്റ്റർ കണ്ട സമയത്ത്, ഇപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഈ കയ്യിലെ പ്ലാസ്റ്റർ കാണുന്ന സമയത്ത് ഇത് സൈക്കിളിൽ നിന്ന് വീണാന്ന് പറഞ്ഞാൽ ഓവറായിട്ട് തിങ്ക് ചെയ്യാനുള്ള ബുദ്ധി ചിലപ്പോൾ നമുക്ക് കാണില്ല. നമ്മൾ മെഡിക്കലി അത്ര ക്വാളിഫൈഡ് അല്ല. ഈ കുട്ടി കൈ ഒടിഞ്ഞു പോയ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് ഇത് സൈക്കിളിൽ നിന്ന് വീണ് മുറിഞ്ഞതാണോ പൊട്ടിയതാണോ എന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റൂടെ. ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് പറ്റും. ഇത് ഒടിഞ്ഞതാണോ ഒടിച്ചതാണോ വലിച്ചു പൊട്ടിച്ചതാണോ എന്നൊക്കെ ഉള്ള മനസ്സിലാവാൻ ഒരു ഹോസ്പിറ്റലിൽ ക്വാളിഫൈഡ് ആയ ഡോക്ടർക്ക് പറ്റണം. അതും ഇവിടെ ഫെയിലിയറാണ്. ആ ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഇത് സൈക്കിളിൽ നിന്ന് വീണ മുറിവ്, ചതവ്, ഒടിവ് ആയി മാറി. അപ്പോൾ ഇതിൽ കുറ്റക്കാരാരൊക്കെയാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക.